ആഗ്ര ഫോർട്ടിക്കാണ് വന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ ആകെ 10% ചാർജുള്ളൂ. ഫോണ് വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ നിന്ന് നമ്മളെ ചാർജറും നഷ്ടപ്പെട്ടതാണ്. എങ്ങനെയോ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഉള്ളിലേക്ക് പോകാൻ 50 ഉറുപ്പ്യാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളെ ബാഗ് ക്ലോക്ക് റൂമിൽ കൊടുത്തപ്പോൾ ചെറിയ ബാഗ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ബാഗിൻ്റെ ചാർജ് തരാമെന്ന് പറഞ്ഞപ്പോൾ നേരെ കയറ്റി വെച്ചു. ടർക്കിക്കാരൊന്നും പോകാൻ നേരമില്ല. അപ്പോൾ എന്തായാലും എത്രത്തോളം സമയം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല. എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. പക്ഷേ അങ്ങനെ പോയി നോക്കാം. വരിയാണ് ഈ വരിയിൽ നിൽക്കാം. സമയം മൊത്തം പോകുന്നത് എവിടുക്ക അവിടെ എൻ്റെ അറ്റം പോവുകയാണ്. കാരണം 6 മണിക്കാണ് എനിക്ക് ട്രെയിൻ. ഇപ്പം തന്നെ 3:30 മണി കഴിഞ്ഞു. ഈ 3:30 മണി എന്ന് പറയുമ്പോഴേ ഇനി ഇവിടുന്ന് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകണം. അതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ കേസിലാവുന്നില്ല. ഇതല്ലേ ബാഹുബലി സെറ്റപ്പാക്കാം. ബാഹുബലിയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ആ സാധനമാണ്. എന്താ ഇത് ഉണ്ടാക്കി വെച്ചത്? പടവ് വളരെ മോശം. ഉള്ളിൽ കയറിക്കാണ്. എന്താണ് ഇവിടെ ഫുള്ള് സെറ്റാണ്. പാവാണല്ലോ. കൂടിച്ചേർന്നാണ് വലിയൊരു ആഘാസം. അയച്ചുണ്ടാക്കിയാൽ തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ ഓരോ കല്ലൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ടുള്ള പരിപാടി. ഇത് വെറും മണ്ണാണ് തോന്നുന്നത്. ഇഷ്ടിക പീസുകളാണ്. ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ ഇതല്ലേ എത്ര പോരാണ് ഉണ്ടാക്കിയിട്ടാണ്, എത്ര പോര ഏരിയയിലാണ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ ചക്കയും മാങ്ങി തേങ്ങയൊക്കെ ഒന്ന് കൂലി കൊടുത്തിന്ന് പറയണം. അന്നൊന്നും പൈസ ഇല്ലല്ലോ. അപ്പോൾ ഈ പൈസ ഇല്ലാത്ത സമയത്ത് എത്ര ചക്ക വേണ്ടി വരും, എത്ര മാങ്ങ വേണ്ടി വരും, എത്ര തേങ്ങ വേണ്ടി വരും. വണ്ടിയിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര ദിവസത്തെ മെനക്കെടുണ്ടാവും. എത്ര പോരം ചക്കയും മാങ്ങി വേണ്ടി വരും. ഒരു ബെഡ്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിന്നെ താജ്മഹൽ ഫുള്ള് കാണാമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഏത് ഭാഗത്താണെന്നറിയില്ല. അത് തപ്പി പിടിക്കുമ്പോൾ തന്നെയുള്ള സമയമൊക്കെ പോകുന്നു. എന്താ ഭംഗി കാണാൻ. ഇതിന് ആഗ്ര ഫോർട്ട് എന്നല്ല പറഞ്ഞത്. ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടും. എന്നാൽ അത്രയും വലിയ സംഭവമാണിത്. ലവാക്കിൻ്റെ കിണറാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഭയങ്കര ഒരു നേക്കുണ്ട്. കാണാനും രസമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നാൽ ഒന്നും കാണൂല. കണ്ണുകൊണ്ട് കാണണം. മൊബൈലിൽ നോക്കിയിട്ട് കാര്യമില്ല. അത്രയും നല്ല ആയമുണ്ട്, നല്ല വീതിയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എന്തോ ഇതിൻ്റെ അടി കൂടെ ഈ ഭാഗത്ത് കൂടി പോകണത് ഒരു ഗുഹ പോലത്തെ സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഇറങ്ങിപ്പോകാൻ തോന്നുന്നു. കണ്ടില്ലേ, അവിടെയും അതിലേക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു സെറ്റപ്പാണോ എന്നൊരു ഡൗട്ടുണ്ട്. നോക്കുക, ഇവിടെയൊക്കെ അടച്ചിട്ട് കേട്ടോ, അറിയത്തില്ല എന്താ സംഭവം എന്ന്. ഇതിലൊന്ന് ഓടിപ്പോയി നോക്കട്ടെ. അതോടെ സ്റ്റെപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇറങ്ങിപ്പോകാനുള്ള തോന്നുന്നത്. അപ്പോൾ അതാണ് സംഭവം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് റുപ്യേൻ്റെ വരുമാനമാണ്. കാരണം അത്രയും ജനങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത്. ഒരാൾക്ക് 50 ഉറുപ്യ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ടാവും. നല്ല സംഖ്യ വരുമാനം ഉണ്ടാവും. ഓരോരുത്തർ ഉണ്ടാക്കി വെച്ച മുതലുണ്ട്. ഇന്ന് പിന്നെ നമ്മളെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. കുറേ സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സാമ്പത്തികം ഉണ്ടാക്കാനും എല്ലാം കൊണ്ട് നേട്ടമാണ്. ഭംഗി നോക്കുകയാണ്. എന്ത് രസമുണ്ട് കാണാൻ. ഒരു കറക്റ്റ് അളവാണ് തോന്നുന്നത്. നല്ല തൂക്കുണ്ട, നല്ല നൂലൊക്കെ കെട്ടി നല്ല സെറ്റപ്പിലാണ് തോന്നുന്നത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഓരോ സാധനം തോന്നുന്നു കേട്ടത്. ബ്രിട്ടീഷ് കാനോ എന്നൊക്കെ ഇതിന് എന്താ പരിപാടി എനിക്കറിയില്ല. ഫുൾ ആളുകൾ ഇതിനുള്ളില്ല. സൈലന്റ് മൂടാ. എപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഇത് നടന്നു പോയപ്പോൾ
ഭയങ്കര രസമുണ്ട് കേട്ടോ പരിപാടി. അതിനുള്ളിൽ ചെയ്ത ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നോക്കണേ. താജ്മഹലിൻ്റെ ഉള്ളിൽ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നത് രാജാവിന് വന്നിരിക്കാനുള്ളൊരു സ്പേസാണ് തോന്നുന്നത്. ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നിരന്ന് നിന്ന് ആ ഒരു പരിപാടിക്കുള്ളതാണ്. എനിക്കറിയില്ല കേട്ടോ സംഭവം എന്താണെന്നുള്ളത്. അറിയണമല്ലൊക്കെ എന്തെങ്കിലും ഉണ്ട് കമൻ്റ് എടുക്കുന്നത്. നമുക്ക് ആ പരിപാടി ഒന്നും അറിയില്ല. നമ്മളൊന്നും ആ കാലത്തല്ല, നമ്മൾ ഈ കാലത്തല്ല. ചരിത്രമാണെങ്കിൽ നമ്മൾ സ്കൂൾ പോയ കാലത്തൊന്നും പഠിച്ചതുമില്ല. ശരി, ഇവിടെ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ടാക്കിച്ചെന്ന് വല്ല പുട്ടുണ്ടൊക്കെ കണ്ടില്ലേ? എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് പരിപാടി? ഏകദേശം പൂർത്തിയായി. കാരണം ഞാൻ ആ സംഭവം കണ്ടുപിടിച്ചു. നമ്മളെ ഷാജഹാൻ ചക്രവർത്തി ഇവിടെയായിരുന്നു അവസാന കാലഘട്ടത്തിൽ ഉറങ്ങിയിരുന്നത്. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ കിടന്നിരുന്നത്, വയ്യാതൊക്കെ കിടന്നിരുന്ന സംഭവം. ഇവിടെ കെടുക്കാനുള്ളൊരു കാരണം കൂടെ എന്താ വെച്ചാൽ ഇവിടെ നിന്നിട്ട് മൂപ്പർക്ക് ഈ ഒരു സംഭവം കാണണം. കണ്ട് ഞങ്ങൾ താജ്മഹൽ ഇവിടെ നിന്നിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിരുന്നു. അത് കഥയല്ല, ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ഇതിന് മുൻപ് നമ്മുടെ താജ്മഹലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് സന്ദർശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ സന്ദർശിച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ ഒരു സീനുകൾ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. കാരണം നമുക്ക് ഇനിയും പ്രയാഗ്രാജൊക്കെ പോകാണ്ട്, കുംഭമേളൊക്കെ സന്ദർശിക്കാനുണ്ട്. അതിന് മുന്നേ ഉള്ള കുറച്ച് സമയം അത് സന്ദർശിക്കാനാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ട്രെയിനിൽ നിൻ്റെ ചാർജർ മിസ്സായി. അപ്പോൾ എനിക്കിതിൽ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും എന്താ പറയുക, ഫോണിൻ്റെ ചാർജ് ഏകദേശം 1% അത്രയ്ക്കും താണിരുന്നു. അപ്പോൾ എനിക്ക് അത് ഒരു ഫോട്ടോ പോലും ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു വട്ടം കൂടി നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണിച്ചാണ്ട് ഇവിടുത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോവാണ്. എൻ്റെ അമ്മോ, എന്താ കാഴ്ച! യമുന നദി, അതുപോലെ താജ്മഹൽ, എന്താ അതിൻ്റെ ഒരു ഭംഗി! എന്നാൽ ശരി, നമുക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.